ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വലിയ പണ്ഡിതനുമാണ്, സയ്യിദുമാണ്, ആലിമുമാണ്. അദ്ദേഹം ഒരാളുടെ മുമ്പിലും വച്ചാനിച്ചു നിൽക്കൂല. സുന്നത്ത് ജമാഅത്ത് പറയുന്ന വിഷയത്തിൽ ഒരാളുടെ മുമ്പിലും വിട്ടുവീഴ്ച ചെയ്യൂല. എന്തൊരു വിനയമുള്ള തങ്ങളാണ്. ആ തലയെക്കെട്ട് കാണുമ്പോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തലയെക്കെട്ട് ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ തലയെക്കെട്ട് ശംസുൽ ഉലമയുടെ തലയെക്കെട്ട് പോലെയാണ്. അവിടുത്തെ വസ്ത്രധാരണം വളരെ സിമ്പിളാണ്. ബിരിയാണിയുടെ മുകളിലുള്ള തുണിയാണ്. എപ്പോഴും ജിഫ്രി തങ്ങളുടെ വസ്ത്രം നോക്കിയിട്ടുണ്ടോ? വളരെ സിമ്പിളായി വരുന്ന ഒരാളാണ്, വളരെ വിനയത്തോടെ വരുന്ന ആളാണ്. ഈ നിലക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വങ്ങൾ അത് രണ്ടും നമ്മുടെ നേതാക്കളാണ്. ഈ അടുത്ത ദിവസം മഹാനായ കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ, അല്ലാഹുവേ മഹാനെ ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മയിലായി നൽകണേ അല്ലാ. ഞാനൊരു 10-35 കൊല്ലത്തിലധികമായി കുമ്പോൾ തറവാട്ടിൽ പോണ ആളാണ്. മഹാനായ കുഞ്ഞിക്കോയത്തങ്ങളെ പറ്റി നമുക്കൊക്കെ അറിയാം, അറ്റക്കോയത്തങ്ങളെ പറ്റി അറിയാം, അവരുടെ തറവാടിനെ പറ്റി അറിയാം. അവരുടെ ബാപ്പന്റെ ബാപ്പയാണ് പാപം കോയത്തങ്ങളും പാപ്പ. വലിയ വലിയാണ്, മഹാനാണ്, സയ്യിദാണ്, പണ്ഡിതനാണ് പാപം കോയത്തങ്ങളും പാപ്പ. ഒരിക്കൽ ഞാനിങ്ങനെ തങ്ങളെ കാണാൻ ഇടക്കിടക്ക് ചെല്ലും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞിക്കോയത്തങ്ങളോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ഒന്നാള് എന്റെ പോരക്ക് എന്റെ ചെറിയ മകന്റെ കല്യാണമാണ്. അപ്പൊ എന്റെ പോരക്ക് രണ്ടാളെ തങ്ങൾ പാപ്പ കുമ്പോളിന്ന് എന്നെ കാണാൻ വേണ്ടി പറഞ്ഞേക്ക. ഈ ലൈഫായി എന്നെ കാണാൻ കുഞ്ഞിക്കോയ തങ്ങൾ പാപ്പ രണ്ടാളെ ഇവിടുന്ന് എന്റെ പോരക്ക്, എന്റെ മകനൊരു സമ്മാനം, എന്റെ മകന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പോണ ഭാര്യക്ക് കൊടുത്ത ഒരു സമ്മാനം, എനിക്കും സമ്മാനം. വലിയ വിലപിടിപ്പുള്ള 2-3 അത്രയും മറ്റും കൂട്ടത്തിൽ എനിക്ക് കൊടുത്തയച്ചൊരു സമ്മാനമാണ് ഈ തസ്ബീഹ്. ഇത് ബറക്കത്തിന് വേണ്ടി ഇതിനേക്കാൾ വിലമടിക്കില്ല 5000-10,000-ന്റെ തസ്ബീഹ് എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ തസ്ബീഹ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഈ തസ്ബീഹാണ് എന്റെ പോക്കറ്റിൽ ഞാൻ നിത്യേന കൊണ്ടെടുക്കുക. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ വലിയ നാക്കിന് അസറുള്ള തങ്ങന്മാർക്കൊക്കെ നാക്കിന് വല്ലാത്ത പവറുള്ളവരാട്ടോ. ഒരു അഹ്ലുബൈത്തും മോശക്കാരൊന്നല്ല. ഇവിടെ ഏതെങ്കിലും ബായാർ തങ്ങൾ ഉപ്പാപ്പയായാലും വേണ്ടില്ല, ഖലീൽ തങ്ങൾ ഉപ്പാപ്പയായാലും വേണ്ടില്ല, പാണക്കാട് ശിഹാബ് തങ്ങന്മാരായാലും വേണ്ടില്ല. അവരൊക്കെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കുഞ്ഞിക്കോയ തങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടേ ഇന്ന് വരെ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ എന്നോട് പറഞ്ഞു, മുള്ളൂർക്കരെ നിങ്ങൾ കുറെ കാലമായി നമ്മളായിട്ട് ബന്ധമുള്ള ആളാണ്, നിങ്ങൾ തങ്ങളല്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ പാപം കോയ തങ്ങളുപ്പാപ്പാടെ കൂട്ടത്തിൽ ചേർത്തിയിട്ടുണ്ട് ടോന്ന്. അതിനേക്കാൾ വലിയൊരു അംഗീകാരം എത്ര കോടി കൊടുത്താലും കിട്ടാത്ത അംഗീകാരമല്ലേ അത്? അല്ലാഹുവേ അഹ്ലു ബൈത്തിന്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. കുഞ്ഞിക്കോയ തങ്ങളുപ്പാപ്പ അടുത്ത ദിവസം പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊക്കെ മൊബൈലിൽ നോക്കിയാൽ കാണാം. ഇതാ പറയണത്, എടാ തങ്ങളുടെ ശൈലിയിൽ ഞാൻ പറയട്ടോ, നിങ്ങളെ എടാന്ന് വിളിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. ഇവിടെ എന്റെ വാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരിരിക്കുന്നത്, അവര് ഞാൻ എടാന്ന് വിളിക്കാൻ പാടുട്ടോ. തങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് നിക്കാറ്റ് ചെയ്യാം. തങ്ങൾ പറഞ്ഞു, എടോ EKAP എന്ന് പറഞ്ഞിട്ട് 2 ഇല്ലടോ, അത് 2 ഒന്നാണടാ. നീ അതിന്റെ പിന്നിൽ പോയി തല്ലൂടണ്ടടാ. 2 സുന്നത്ത് ജമാഅത്താണടാ. ആരാ പറയണത്? കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ പാപ്പ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ കേൾക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പേരിൽ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കരുത്. അള്ളാന്റെ കോടതിയിൽ നമ്മളൊക്കെ കൈകെട്ടി ആലിമായാലും പറയേണ്ടി വരും, വിവരമില്ലാത്തവനായാലും പറയേണ്ടി വരും കേട്ടോ. ചിലർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിവരം ഞാണ്ടാന്ന് പറയും. ആ പറയാനുള്ള വിവരം എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്.
ഞാൻ വിവരമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഒന്നും രക്ഷപ്പെടില്ല. വിവരമില്ല എന്നുള്ള വിവരമുണ്ടോ? അതന്നെ ഏറ്റവും വലിയ വിവരം കേട്ടോ. അതുകൊണ്ട് നമ്മൾ പരസ്പരമുള്ള ചീത്തവിളികൾ, ആക്ഷേപങ്ങൾ ഒരാളെ പറ്റിയും പറയരുത്. സയ്യിദന്മാരെ പ്രത്യേകിച്ച് പറയരുത്. ആലിമീങ്ങളെ തീരെ പറയാൻ പാടില്ല. ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ആലിമീങ്ങളെ ചീരെ പറയാൻ പാടില്ല. കാരണോ ആലിമീങ്ങളുടെ മാംസത്തില് നഞ്ഞുണ്ട്, വിഷമുണ്ട് കേട്ടോ. വിഷം അറിയാതെ കഴിച്ചാലും ആള് ചത്തുപോകുന്നത് പോലെ ആലിമീങ്ങളെ സയ്യിദന്മാരെ പറ്റി അറിയാതെ ഗൈബത്ത് പറഞ്ഞാലും അറിഞ്ഞിട്ട് പറഞ്ഞാലും തെറ്റ് ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് ആലിമീങ്ങളെ ഒരാളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും കുറ്റം പറയണ്ട, ഒരു സയ്യിദിനെയും ആക്ഷേപിക്കണ്ട. എല്ലാ പണ്ഡിതന്മാരെ പറ്റിയും നല്ലത് പറയാ. നല്ലത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അങ്ങനെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇപ്പൊ സുന്നത്ത് ജമാഅത്ത് ഇസ്സത്താണ്. ഒരു ഭാഗത്ത് ജഫരി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന 10,000-കണക്കായ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും, മറുഭാഗത്ത് സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് എ.പി. ഉസ്താദും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന 10,000-കണക്കായ പള്ളികളും മദ്രസകളും കോളേജുകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ലോകത്ത് തന്നെ സുന്നത്ത് ജമാഅത്തിന് മാതൃകയായി കേരളവും ഇന്ത്യയും കർണാടകയും മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളതിൽ സന്തോഷിക്കണം. നമ്മുടെ നാട്ടിൽ പള്ളി ദർസില്ലേ, തൊട്ടപ്പുറത്ത് വലിയ കോളേജുകളില്ലേ? ഇതൊക്കെ ഈ ഇന്ത്യയിലല്ലാതെ, കേരളത്തിലല്ലാതെ, അല്ലെങ്കിൽ കർണാടകയിലല്ലാതെ ലോകത്ത് മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അള്ളാഹു തന്ന ആയുസ് അവന്റെ ദീനിന്റെ മാർഗത്തിലായി ചെലവഴിക്കുന്നവരാകണം. ഇൽമിനെ തെരഞ്ഞെടുത്താൽ അള്ളാഹു വലിയ ഖൈറാത്തുകൾ നൽകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താജുൽ ഉലമയുടെ കഥ, സുൽത്താനുൽ ഉലമയുടെ കഥ. ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മലേഷ്യയുടെ ഭരണാധികാരി വിളിച്ചുകൊണ്ടുപോയി ഒരു ഫ്ലൈറ്റ് കൊടുത്തയച്ചിട്ട് മലേഷ്യയുടെ ഭരണാധികാരി, അവിടുത്തെ പ്രധാനമന്ത്രി, അവിടുത്തെ മന്ത്രിമാര്, അവിടുത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്ക് കൊടുത്തയച്ചിട്ട് എ.പി. ഉസ്താദിനെ മലേഷ്യയിൽ കൊണ്ടുപോയി. ഈ ഉസ്താദിന്റെ വീൽ ചെയർ ഉന്തിപ്പോയത് മലേഷ്യയിലെ പ്രധാനമന്ത്രിയാണ്. എ.പി. ഉസ്താദിനെ വീൽ ചെയറിൽ ഉന്തുന്നത് ആ നാട്ടിലെ പ്രധാനമന്ത്രി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആലിമിന്റെ ബറക്കത്താണത്, ആലിമിന്റെ പവറാണത്. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ നാട്ടിലെ പരമോന്നത ബഹുമതിയായ ഹിജറ അവാർഡ് എ.പി. ഉസ്താദിന് നൽകി. എ.പി. ഉസ്താദിന് അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? എ.പി. ഉസ്താദിന്റെ ഇൽമിന്റെ ബർക്കത്താണ്. 50-ലധികം 60-ലധികം വർഷമായി മുടങ്ങാതെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ആളാണ് ശൈഖുനാ എ.പി. ഉസ്താദ്. എത്ര രോഗമായാലും എത്ര ക്ഷീണമായാലും മർക്കസിൽ വന്ന സുബഹി നമസ്കാരം കഴിഞ്ഞാൽ മുടങ്ങാതെ ബുഖാരി ക്ലാസ് എടുക്കുന്ന ആളാണ് ശൈഖുനാ എ.പി. ഉസ്താദ്. പതിറ്റാണ്ടുകളായി ദർസ് മുടങ്ങാതെ ദർസ് നടത്തുന്ന മഹാപണ്ഡിതൻ. സുഹൃത്തുക്കളെ, ഇൽമുമായി ബന്ധപ്പെട്ടപ്പോൾ, ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു തആല അധികരിച്ച ഖൈറാത്തുകൾ നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകത്തിന്റെ ചക്രവർത്തി പദം നൽകി. അതിന്റെ പിറകെ സുലൈമാൻ നബിക്ക് എന്തൊക്കെ നൽകി എന്നറിയോ? ജിന്നുകൾ സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങളായി, ശൈത്താന്മാര് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഖാദിമീങ്ങളായി, കാറ്റ് സുലൈമാൻ നബിയുടെ വാഹനമായി, ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തി പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പോസ്റ്റ്മാൻ ആക്കി മാറ്റിക്കൊടുത്തു. ഈ നിഅമത്തൊക്കെ അല്ലാഹു കൊടുക്കാനുള്ള കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൽമിനെ തെരഞ്ഞെടുത്ത കാരണമാണ്. ഇൽമിനേക്കാൾ വലിയ ഫضലും ബർക്കത്തും വേറെ ഒന്നിനുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ ഇരുന്ന 1000 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇൽമോട് കൂടെ ഒരുത്തം മരിച്ചാൽ മതി, അവൻ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പ്രകാശാണ്. അത് ലാ യുഅ്താലി യാസി, ദോഷം ചെയ്യുന്ന മനുഷ്യന്റെ കൽബിലേക്ക് അള്ളാന്റെ പ്രകാശം കേറൂല. എത്ര മെനക്കെട്ടും കാര്യമല്ല, എത്ര കാലം ഓതിയിട്ടും കാര്യമല്ല, ഏത് മൊയ്യാരെടുത്ത് പോയി ഓതിയിട്ടും കാര്യമല്ല. വനൂറുല്ലാഹി ലാ യുഅ്താലി യാസി. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ ആഗ്രഹിക്കാത്തവന്റെ കൽബില് നാഫിയായ ഇൽമു കിട്ടൂല.
അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ കൊണ്ട് അനുഗ്രഹിച്ചവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാര്, ഗുരുവന്മാര്, ശിഷ്യന്മാര് എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സമയത്ത് കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ജനങ്ങളോടും ഞാൻ ചോദിക്കും, മുർസലീങ്ങളോടും ചോദിക്കും. ആരും ഈ ചോദ്യത്തെ ഒഴിവാവൂല കേട്ടോ. ഒരവസരം മദീനത്തെ പള്ളിയിൽ നിന്ന് ഇബ്നു മസ്ഊദ് തങ്ങളോട് റസൂൽ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അയാളുടെ ഹൃദയ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചായി. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഞാനെന്ത് ഖുർആൻ ഓതി പ്രസംഗിക്കാനാണ് നബിയെ? തങ്ങൾക്കല്ല ഖുർആൻ അടിക്കടിയായി ഇറങ്ങുന്നത്, തൂക്കിൽ വെടിവെക്കല. തങ്ങളോട് ഞാൻ ഖുർആൻ ഓതി പ്രസംഗിച്ചാൽ ആവട്ടെ ഇബ്നു മസ്ഊദേ, ഇന്നി ഉഹിബ്ബൻ അസ്മഉ മിൻ ഗൈരി, മറ്റൊരാള് വയത് പറഞ്ഞ് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, ഇനി പറയൂ. ഇതിലൊക്കെ മുസ്ലിയാക്കന്മാർക്ക് വരെ പാടുണ്ട് കേട്ടോ, മുസ്ലിയാക്കന്മാർക്ക് വരെ പാടുണ്ട്. ഇതിൽ ഇന്ന് ഗ്രൂപ്പ് നോക്കിയിട്ടാ ഒരുത്തന്റെ ഗ്രൂപ്പിൽപ്പെട്ട മൊയ്ലാറ പ്രസംഗത്തിന് ആ ഗ്രൂപ്പുകാർ പോവും, അല്ലാത്തൊരു പോകൂല. അവിടെ ഒരു ബാധുണ്ടല്ലോ, നിങ്ങൾ വരുന്നോ? ഞാൻ വരുന്നില്ല. എന്താ? നമ്മളാളല്ലേ, മറ്റാളല്ലേ. മറ്റോ നമ്മൾ നോക്കല്ല പമ്പ. ഈ പറയുന്ന സംഗതി ഒരു ഇസ്ലാമികമായ സംഗതിയാണോ, ഖുർആനും ഹദീസുമാണോ, അത് ഹഖ്, അത് മാത്രം ചിന്തിച്ചാ പോരെ. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇബ്നു മസ്ഊദിന് ഉറുദി പറഞ്ഞ ഇബ്നു മസ്ഊദേ, തങ്ങൾക്ക് ഞാനെന്ത് ഖുർആൻ ഓതി ബാധ പറയാനാ? തങ്ങളെ ഖൽബിലുള്ള ഖുർആൻ അടിക്കടിയായി ഇറങ്ങുന്നത്. ആയിക്കോട്ടെ ഇബ്നു മസ്ഊദേ, ഇന്നി ഉഹിബ്ബൻ അസ്മഉ മിൻ ഗൈരി, മറ്റൊരാൾ ബാധ പറഞ്ഞ് കേൾക്കാൻ എനിക്ക് ഇഷ്ടാണല്ലോ, ഇനി പറ. അപ്പൊ ഇബ്നു മസ്ഊദ് ബേഗടിച്ച ഒരൊറ്റ കാറുണ്ടാവും. എന്താ കാറുണ്ടാവും? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലായി ശഹീദാ ഖാല അല്ലാഹു അസ്സ വജൽ. ഇബ്നു മസ്ഊദിന്റെ ഉറുദിയ. അതിന്റെ മാനെന്താ? ഫകൈഫ, എന്തായിരിക്കും നബിയെ മഹ്ശറിന്റെ സ്ഥിതി? ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ നബിന്റെ സമുദായത്തിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ആ ഖൗമ പറയുന്ന വാക്കിനൊരു സാക്ഷി വേണ്ടേ? ആ സാക്ഷിയായി ആ ഖൗമിലേക്ക് അയച്ച നബിയെ ഞാൻ പരലോകത്ത് കൊണ്ടുവരും. മൂസാ നബിന്റെ ഖൗമിനെ ചോദ്യം ചെയ്തു. അവര് പറയുന്ന മറുപടി എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നൊരു സാക്ഷി വേണ്ടേ? മൂസ നബി സ്ഥലം ഇങ്ങോട്ടോ ഇവര് പറഞ്ഞെങ്ങനെ ഇങ്ങനെ നീനിങ്ങോട് പറഞ്ഞു കൊടുത്ത് അല്ലേ? അതിനൊരു സാക്ഷിയായ നബീനെ കൊണ്ടുവരും. ക്രിസ്ത്യാനികൾക്കൊരു വിഷയം ത്രീത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പ്രത്യേക ഒന്നല്ല, ഈസയിൽ കൂടിയും മറിയമിൽ കൂടിയും ഒരവതരിക്കുന്ന ഒന്നായി ദൈവം പ്രത്യേക ഒന്നല്ല, അതിൽ കൂടി അവതാരക വസ്തുവാണ്. ഇന്നുള്ള ക്രിസ്ത്യാനികൾക്കുമുണ്ട് ആ വിശ്വാസം. നാളെ മഹ്ശറ ലോകത്ത് വെച്ചുകൊണ്ട് യാ ഈസ, ഖുർആനായത് കേട്ടോ, മുത്തുനബി എന്നൊന്നുമല്ല. യാ ഈസ ഇങ്ങോട്ട് വാ, ഈസ ഇങ്ങോട്ട് വാ. ഇനി ജനങ്ങളോട് പറഞ്ഞോ ദുന്യാവുന്ന് ഇത്തഖ്ദൂനി വ ഉമ്മിയ ഇലാഹൈൻ, എന്നെ ഉമ്മാനെയും ഇലാഹി ഇനി പറഞ്ഞോ എന്ന് ഈസ നബിയോട് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരെ, ഇമാം സാബി അവിടെ എഴുതുന്നു, ഈ ചോദ്യം കേട്ട് ഭയപ്പെട്ടിട്ട് രോമക്കുഴിയിൽ നിന്ന് ഈസാ നബിന്റെ രോമക്കുഴിയിൽ നിന്ന് വെള്ളം വരുന്നു. ഒരു കിണ്ടിയിൽ എങ്ങനെ നമ്മൾ വെള്ളം പാരുന്നു, അതുപോലെ രക്തം വരുന്നു ഈസാ നബിന്റെ. പേടിച്ചിട്ട് എല്ലാവരോടും ചോദിക്കും കേട്ടോ. ഇബ്നു മസ്ഊദിന്റെ ഉറുദിയാണോ ജീനാ ബിക അലാ ഹൗലായി ശഹീദാ. മുസ്തഫാ നബിയെ ഓരോ നബിന്റെ ഖൗമിനെ ചോദ്യം ചെയ്തു, അവർക്ക് സാക്ഷിയായി അവരിലേക്ക് അയച്ച നബീനെ ചോദ്യം ചെയ്തു. അങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ നബിമാരെ സാക്ഷിയുടെ സ്ഥിതി എന്താണ്? ഓരോ നബിയും അവരുടെ സമുദായത്തിന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞോ, അതല്ല നിഷ്പക്ഷമായി തന്നെ പറഞ്ഞോ എന്നൊരു മെയിൻ ഷാഹിദ് വേണ്ടേ? മുഹമ്മദ് നബി ഇന്നലെയും കൊണ്ടിരുന്ന ആളെ മഹ്ശറയിൽ ഈ നബിമാർക്ക് ഒരു മെയിൻ ഷാഹിദായിട്ട് ഇത് പറയുമ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, യുവതി യുവാക്കളെ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹസ്ബുക്കൽ ആൻ. ഇബ്നു മസ്ഊദ് നിർത്തുപോലെ
എന്റെ ഭാഗത്ത് മതിമോനെ നിർത്തുമോനെ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നു. റസൂൽ ചിന്തിക്കുന്നു, മഹ്ശറാ ലോകത്ത് ഈ അമ്പിയാക്കന്മാർക്ക് മെയിൻ ഷാഹിദ എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താകും അല്ലാഹ് എന്ന് ചിന്തിച്ചു. റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് വെള്ളം വരും. ചിന്തിച്ചു നോക്ക്, ഈ ദിവസത്തിന് പറ്റി മനുഷ്യൻ ആലോചിക്കണ്ടേ? വല്ല ആലോചനയും നമുക്കുണ്ടോ മക്കളെ? പ്രിയപ്പെട്ട സഹോദര, നീ ഒന്ന് ചിന്തിക്ക, സഹോദരി ചിന്തിക്ക. ആയത്തിറങ്ങിയപ്പോൾ അതിന്റെ മേലെ നബിയേ തങ്ങൾ ഈ പൊതുപ്രസംഗം പോരാട്ടോ, പള്ളിയിൽ നിന്ന് പഴതു അറിയാം, ചെറിയ മുന്നിൽ സ്റ്റേജിൽ പ്രസംഗിക്ക് ഇപ്രസംഗം ഒന്നും പോരാട്ടോ. അവിടുത്തെ അടുത്ത് ബന്ധപ്പെടുന്ന കുടുംബങ്ങളോട് പരലോക ശിക്ഷയെ സംബന്ധിച്ച് ഒന്ന് ഭയപ്പെടുത്തണേ നബിയേ എന്നായത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോകുന്നത് കരളിന്റെ കരളായ മുത്തുമോള് ഫാത്തിമാന്റെ അടുത്താണ്. ഇത് ബുഖാരിയുടെ റിവായത്താണ് മക്കളെ. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീബിയോട് പറയുന്നത്, ആ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ, സലീനീനും മാലി മാശീറ്റി, മോക്ക് മുതല് പോണോ ചോദിച്ചോളൂ, തന്നുകൊള്ളാം. എനിക്ക് തരാൻ പറ്റാത്തൊന്നുണ്ട് പെണ്ണേ, അതെന്താണെന്ന് ഫാത്തിമാവ് ചോദിക്കുമ്പോൾ എന്റെ മോള് ഇവിടെ ജീവിക്കുമ്പോ നരകത്തിനെ തൊട്ട് തടീനെ സലാമത്താക്കണേ മോളെ. മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കുന്ന അവസ്ഥയിൽ കൂടി തന്നെ നീങ്ങളെ മോളെ. അതിനെതിരി വന്ന് ഈമാനില്ലാതെ ചത്തുപോയാൽ എന്റെ ഉപ്പ റസൂലുള്ളാഹല്ലേ, എന്നെ കൂട്ടാട്ടുപ്പ സ്വർഗത്തിൽ പോകൂല എന്ന് വിചാരിച്ചാൽ അത് പരപ്പെടൂല മോളെ. കാല റസൂലുള്ളാഹി, ഇതൊന്ന് ചിന്തിക്കണേ മുത്ത് മോളെ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ട് പോകുന്നത് റസൂലുള്ളാഹിയുടെ സ്നേഹനിധിയാകുന്ന മധുര 17കാരി എന്ന് പറയുന്ന ആ ചെറിയ പ്രായക്കാരിയാകുന്ന ആയിഷ ബീബിന്റെ ഹദറത്തിലേക്കാണ്. റസൂലുള്ളാഹിന്റെ സ്നേഹം നിറഞ്ഞ ഭാര്യയാണ്. ആ ഭാര്യനെ വിളിച്ചു പറഞ്ഞു, ആയിഷ ഇങ്ങോട്ട് വാവോ, ഇങ്ങോട്ട് വാവണ്ണ, എന്നോട് പറയട്ടെ, അങ്കിതി നഫ്സക്കിന് എന്റെ ഭാര്യയൊക്കെ തന്നെ നീ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കണം. അതിനെതിരെ വന്നു പോയാൽ എന്റെ മാപ്പിള റസൂലുള്ളാഹല്ലേ, എന്റെ റസൂലുള്ള കൂട്ടും എന്ന് വിചാരിച്ചാൽ നടക്കൂല പെണ്ണേ. അങ്കിതി നഫ്സക്കിനാർ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഈ ദിവസത്തെ പറ്റി ഭയപ്പെടുത്തിയതാണ്. ഒന്ന് ചിന്തിക്കും മോനെ മോളെ, നമുക്കൊക്കെ ഈ ദിവസം വരാനിരിക്കുകയാണ്. അതാണ് ഖുർആൻ പറയുന്നു, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, കൂലി കൊടുക്കുന്ന ദിവസം കൊണ്ട് ശരിക്കുറപ്പും തസ്ദീഖും ഉണ്ടാകണം. സ്വർഗത്തിന്റെ രക്ഷനായി പറയും, ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഗ്മൂൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. സ്വർഗത്തിൽ പോകുന്ന ആണുവന്റെ മറ്റൊരു ലക്ഷണം റബ്ബിന്റെ അദാബിനത്തോട് ഭയങ്കര പേടിയാണ്. എനിക്ക് ശിക്ഷ വന്നൂടിയല്ല, എനിക്ക് എന്നെ ശിക്ഷിക്കപ്പോ എന്ന് ആ പേടി ആരിക്കാണ്ട് നമുക്കുണ്ടോ മക്കളെ? ഇപ്പറ നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ആരിക്കപ്പം പേടിയുണ്ട്? അള്ളാന്റെ ശിക്ഷേനെ പേടി ആരിക്കാണ്ട്? മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർക്കും മഹദികൾക്കൊക്കെ വലിയ പേടിയാ. നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ? ഒരവസരം റസൂലുള്ളാഹിന്റെ ഹദറത്തിന്റെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു പെണ്ണുങ്ങൾ വന്നു, ഒക്കെ കെർപ്പാ, എന്തേ ഈ പെണ്ണ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഗർഭിണിയാണ്. ഭർത്താവിന്റെ ഗർഭമുള്ള ഭർത്താവ് എനിക്കുണ്ടെങ്കിലും ഇത് ഭർത്താവിന്റെ ഗർഭമല്ല നബിയേ. അതുകൊണ്ട് സിനാന്റെ ഹദ് എന്താണോ അല്ലാഹ് കണക്കാക്കി തങ്ങൾ വിധിക്കണം, അത് ഞാൻ ഇവിടുന്ന് സഹിച്ചോളാം. അതിനാ കള്ള കണക്കാക്കി ഹദ് എന്താണോ തങ്ങൾ വിധിച്ചോ, ഞാനത് സഹിച്ചോളാം. എന്ന പരലോകത്തെയാണൊന്ന് ഫ്രീ ആയി കിട്ടൂല്ലോ നബിയെ. അള്ളാഹിന്റെ റസൂൽ പെണ്ണെ ഇനി ഇപ്പൊ പറഞ്ഞാൽ നടക്കും, നിനക്ക് കെരുപ്പല്ലേ. ആ പള്ളയിലുള്ള കുഞ്ഞൻ എന്തറിയും? എല്ലാ തെളിവ് കൊടുത്തപ്പോ 100% സമ്മതിക്കാം, ഞാൻ സിന ചെയ്തോടെ എന്നെ അതിൻ്റെ കെരുപ്പാൻ നഞ്ഞിപ്പോ ഇത് പെറ്റിട്ട മോളെ. ആ പോക്കോക്ക് പോകാമായിരുന്നു. പെറ്റിട്ട് വന്ന് പെറ്റവാടി കുഞ്ഞിനെ എടുത്തു വന്നു, നബിയെ ത്വഹിർനി, എന്നെ ശുദ്ധിയാക്കത്തെ നബിയെ, ഞാൻ ഒരു സിന ചെയ്ത വേണ്ട. സിന കള്ള കണക്കാക്ക ശിക്ഷ തങ്ങൾ വിധിച്ചോളൂ. ഖുർആൻ ശിക്ഷ എന്താ? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദാ. സിനാ ചെയ്ത ആണായാലും പെണ്ണായാലും ഒരു ഹലാലായ ഭർത്താവിന്റെ സുഖം അറിയാത്ത പെണ്ണാണെങ്കിൽ, ഒരു ഹലാലായ പെണ്ണിന്റെ സുഖം അറിയാത്ത ഭർത്താവാണെങ്കിൽ, അതായത് വിവാഹിതരല്ലെങ്കിൽ സിനാ ചെയ്തെന്ന് ഇസ്ലാമിന്റെ കോടതിക്ക് തെളിവ് കിട്ടിയാൽ ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത 100 അടി അടിക്കണം. 99 പരസ്യമായി
അത് തിരടിച്ചാൽ പോരാ. ാണ് ശിക്ഷിക്കുമ്പോൾ മൂമിനീങ്ങളാകുന്ന ജനങ്ങളെ ജനസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ചെയ്യണം ആ ഹജ്ജ്. എങ്ങനെയാണ് പടച്ചോനെ കുഞ്ഞയിച്ചാൻ അടിക്കോ, പടച്ചോനെ തലക്കും നെഞ്ഞിനിട എങ്ങനെയാ ഒരു കേതം തോന്നല്ല മോനെ സിനാ ചെയ്താണ് പിന്നെ ഹജ്ജെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിവ് തോന്നുന്നത് റെഡിക്ക് നിർവഹിക്കണം. വിവാഹിതരല്ലാത്തവരെ ഹജ്ജിതാണ്. വിവാഹിതരാണെങ്കിലോ ഒരു ഹലാലായ ഭർത്താവിന്റെ സുഖം അറിഞ്ഞ ശേഷം ഒരു പെണ്ണ് പിന്നെ സിന ചെയ്യുകയാണെങ്കിൽ, ഒരു ഹലാലായ പെണ്ണിന്റെ സുഖം അറിഞ്ഞൊരു ഭർത്താവ് പിന്നെ സിന ചെയ്യുകയാണെങ്കിൽ അവരുടെ ശിക്ഷ എന്താണെന്നറിയുമോ? ഫർജുമോ മാഹത്തായ മൂത്ത, മരിക്കുന്നതെറിയണം. പരസ്യമായി നടക്കാലെടുത്ത് ഇറങ്ങി കൊടുക്കുക, നെഞ്ഞിനും കഴുത്തിനും കണ്ണിനൊക്കെ മരിക്കോള് വരും. പെണ്ണല്ല, ജീവൻ പോള് വരും. ഇതാവോളെ ശിക്ഷ. ഇതാണ് മോളെ ഈ പെണ്ണ് പറയും, തഖ്ഫിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കണേ, ഞാൻ സിനാ ചെയ്തു പോയി. അല്ലാഹുവിന്റെ റസൂൽ 100% അവളോട് ചോദിച്ചപ്പോൾ 100 മോള് സമ്മതിക്കുന്നു, ഞാൻ സിനാ ചെയ്തിട്ടുണ്ടായ ഗർഭമാണ്. മോളെ എനിക്ക് കെറുപ്പല്ലേ, ഇന്നെ കൊല്ലുമ്പോ പള്ളേരുള്ള പൈതല് മരിച്ചു പോവല്ലേ, നീ പെറ്റിച്ചവാളെ ഒക്കെ പോക്ക് പോകാൻ പെട്ടവാട് കുഞ്ഞിനെ എടുത്തു വന്നു. തഹ്ഫിർനി, എന്നെ വെടിപ്പാക്കണേ നബി, എന്ന പരലോകത്തെ അതൊന്ന് ഫ്രീയായി കിട്ടുമല്ലോ, പരലോകത്തെ അതാ ഒഴിവായി കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പെണ്ണേ മോളെ, പെറ്റപാടുള്ള കുഞ്ഞിന് ഉമ്മാന്റെ മുലപ്പാല ഏറ്റവും പറ്റുന്ന മരുന്ന്. അതിൻ്റെ അകത്ത് എല്ലാ വിറ്റാമിൻസും ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ സംഗതിയും ഉൾക്കൊള്ളിച്ച ഒന്നാണ് ഉമ്മാന്റെ മുലപ്പാൽ. ഇനി മുലപ്പാൽ കൊടുത്ത കുഞ്ഞിനെ പോറ്റുമോടെ. എന്തെങ്കിലും ഭക്ഷണം തിന്നാൻ അവസരം ഇനി വന്നാൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് ഞാൻ വിധിച്ചോളാം. കുറച്ച് മാസം കഴിഞ്ഞ് ചെറിയ മക്കളെന്തും കൈ കൊടുത്താൽ പിടിക്കൂലേ, ഒരു 10 കഷ്ണം കൈ കൊടുത്ത കുഞ്ഞിനിങ്ങനെ മുറുക്കി പിടിച്ചീന്. ആ കുഞ്ഞുമോനെ എടുത്തുകൊണ്ട് ഈ പെണ്ണ് വന്നു, നബിയെ എന്റെ കുഞ്ഞൻ തിന്നുന്നൊക്കെ ഉണ്ട്, തങ്ങൾ ഹദ് കൊണ്ട് വിധിക്കണം, എന്നെ വെടിപ്പാക്കണം, എന്നെ പരലോക ശിക്ഷ ഒന്ന് ഫ്രീയാക്കി തരണം. അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിനെ മോടിച്ചു. അതിന്റെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ കഴുത്ത് വരെ ആഴമുള്ള ഒരു കുഴി കുഴിക്കാൻ കൽപ്പിക്കുന്നു. എന്തിനാ കുഴിയിൽ നിർത്തണോളാ? ഓട് മാപ്പിളുള്ള പെണ്ണല്ലേ, ഓളല്ലേ ദിനാച്ചത്. നല്ലോണം കല്ലുകൊണ്ട് ഏറി നെഞ്ഞിനും കണ്ണിനും തലന്റുമോ പുറത്തുകൂടെ പായൂലേ, നമുക്ക് പായാൻ പറ്റരുത്. അവർ കുഴി കുഴിക്കണം. കുഴി കുഴിച്ച് അപ്പണിനെ അതിന്റെ തിറക്കി നിർത്തി. എന്റെ ശരീരത്തിലെ തുണികളെല്ലാം തന്നെ ഒട്ടാകെ റെഡിക്ക് വരിഞ്ഞു കെട്ടാൻ വേണ്ടി റസൂല് കൽപ്പിച്ചു. എന്തിനാ വരിഞ്ഞു കെട്ടുന്ന? നല്ല വേറെ കഴുത്തിനും കണ്ട് പുറത്തുകൂടാതെ പിന്നെ ഒട്ടാകെ മാതി പറിക്കുമ്പോൾ ഔറത്തൊക്കെ കാണൂലേ. എങ്ങനെ മാതി പറിച്ചാലും ഔറത്ത് വെളിവാകാതെ നിനക്ക് ശരീരത്തോട് വരിഞ്ഞു കെട്ടാൻ കൽപ്പിച്ചു. വരിഞ്ഞു കെട്ടിയതിന്റെ ശേഷം ഖാലിദ് ബിൻ വലീദ് തങ്ങളോട് ആ ഹജ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കൽപ്പിച്ചു. മക്കളെ, അതിന്റെ ശേഷം 100 കണക്കായ ഏടുകൾ ആ പെണ്ണിന്റെ ശരീരത്തിന് കിട്ടി കേട്ടോ. ആ പെണ്ണാ കുണ്ടിൽ മരിച്ചു വീണ് കേട്ടോ. മരിച്ചു എന്നുറപ്പായ ശേഷം ആ പെണ്ണിനെ കുണ്ടിൽ നിന്നെടുക്കാൻ റസൂലുള്ള കൽപ്പിച്ചു. മയ്യത്ത് കുളിപ്പിക്കാൻ കൽപ്പിച്ചു. കഫൻ ചെയ്യാൻ കൽപ്പിച്ചു. ആ മയ്യത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ റൂമിൽ നിസ്കരിക്കാൻ കൈകെട്ടാൻ നോക്കുമ്പോൾ ഇതെന്താ നബിയെ തങ്ങൾ? അതൊരു പുലിയാഴ്ച പെണ്ണല്ലേ, ഓക്കെങ്ങനെ തങ്ങൾ മയ്യത്തിക്കരിക്കും? ഇതെന്താ തങ്ങൾ ചെയ്യുന്നു? അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിയെ തൗബ അത് 70 ദോഷികൾ കംസിച്ചു കൊടുത്താൽ 70 മതിയാകുന്നത്ര മാറ്റുള്ള തൗബ പെണ്ണ് ചെയ്തീനോ നമ്മൾ നമസ്കരിക്കണം. റസൂൽ നിസ്കരിച്ചു. എന്നിട്ട് ആ പെണ്ണിനെ ഖബറടക്കി. ചിന്തിക്കുമോടെ, ഈ പെണ്ണിനെ പൊത്തിവെക്കാമായിരുന്നു, ആരോടും പറയാമായിരുന്നു, എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പെണ്ണ് പതനന്തേ ആഖിറത്തിൽ ശിക്ഷ ഒന്ന് ഒഴിവായി കിട്ടുവളി. ദിനാക്ക് എന്താ അള്ള കണക്കാക്കി അത് ഉപരി ഞാനങ്ങ് സഹിച്ചാൽ ആഖിറോ ഒന്ന് ഫ്രീ ആയി കിട്ടുവളി. മോളെ, ഖുർആൻ പറയുന്നു, വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. റബ്ബിന്റെ അദാബിനെ ശരിക്ക് പേടി വേണം. സ്വർഗത്തിൽ പോകുന്ന ലക്ഷണം അതാണ്. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. റബ്ബിന്റെ അദാബിനെ സംബന്ധിച്ച് അമ്നി പറ്റാൻ ഞാൻ മൊയിലാറിൽ ഇറക്കൊന്നും ഉണ്ടാവില്ല.
ഒരു തങ്ങളല്ലേ ഓർക്കൊന്നും ഉണ്ടാവില്ല, ഒരു നിക്കാലത്ത് അമ്പക്കുള്ള അജുമല്ലേ ഓർക്കും അങ്ങനൊന്നും വിചാരിച്ചൂടാ. ആർക്കാണ് അല്ലാഹുവിന്റെ അദാബ് വരിക, ആർക്കാണ് വരാതിരിക്കുക, നമുക്ക് ഇന്നൊരു തീരുമാനം കിട്ടൂല. എനിക്ക് വരൂന്ന് തന്നെ വിചാരിക്കണം. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ. സ്വർഗത്തിൽ പോകുന്ന ആളെ ലക്ഷണങ്ങളാണ് വിവരിക്കുന്നത്. ഓരോന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തടിയെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളുടെ തടിയെപ്പറ്റി നിങ്ങളും ചിന്തിക്കണേ. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും ഭയമുണ്ടാകാറുണ്ടോ ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. തെറ്റിൽ തന്നെയല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണേ. അള്ളാന്റെ സ്വർഗം വേണോ? അതിന്റെ 6ാമത്തെ ലക്ഷണം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം. അവരുടെ ഫർജിനെ സൂക്ഷിക്കണം കേട്ടോ. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ, ഒരു ഭാര്യക്ക് അവളുടെ ഭർത്താവ്, ഒരാണിന് അവന്റെ ഭാര്യ, ഒരു പെണ്ണിന് അവളെ ഭർത്താവ്, അതല്ലാതെ മറ്റൊന്നിലും അവരെ ശരീര വികാരം ഉപയോഗിച്ചുകൂടെ കേട്ടോ. അള്ളാഹിന്റെ ഖുർആനാണ്. ഈ സദസ്സിലുള്ള ആണുങ്ങളാകും നമ്മളും പെണ്ണുങ്ങളും ചിന്തിക്കണേ. എൻ്റെ ഫർജ് കൊണ്ട് അള്ളയും റസൂലും പൊരുത്തപ്പെടാതെ വല്ലതും ചെയ്തു പോയോ എന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ആലോചിക്കണേ. ആണേ പെണ്ണെ ചിന്തിക്കണേ. വല്ലാത്തൊരു സമാനായത് കേട്ടോ. ഇന്നാളൊരു സ്ഥലത്ത് വയതിന് സംഘാടകം പറഞ്ഞു, ഇന്നലെ നിങ്ങൾ നിൽക്കാറുമല്ലല്ലോ പറഞ്ഞ് ഇവിടെ പറയേണ്ടി ഒന്നല്ല ഉസ്താദ്, എന്തെന്നാ ഇവിടെ ദിനാനെ പറ്റിയാ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതിനുണ്ടോ ഇവിടെ, ഇതിനുണ്ടോന്നോ ഉസ്താദേ? ഇവിടെ ആരും പുരയിലും എല്ലാം അപ്പിടാറും വിദേശത്താ. ഓരോരു പുരയിലും കാര്യം നോക്കാൻ ഒരുത്തരുണ്ട്. എല്ലാ കാര്യവും നോക്കാൻ ഞാക്കൊന്നും പറഞ്ഞു കൊടുത്താൽ പാടെ തന്നെ ഉറങ്ങലും അല്ല ഇഞ്ചെല്ലാം കൂടി കളിച്ചു കളിച്ച ആൾ തകുത്തത്ത് ഇങ്ങനെ പഠിപ്പിക്കണ്ടാവുമ്പോ എന്നെ മൊയ്തീൻ ഏൽപ്പിച്ചല്ലേ നോക്കുവേ. അല്ല പോത്തെ ഇന്ന മൊയ്തീൻ ഉള്ളിൽ നോക്കുവാനും ഏൽപ്പിച്ചിനോ, ഉള്ളിൽ ഉറങ്ങാനും ഏൽപ്പിച്ചിനോ? ഒന്ന് ചിന്തിച്ചു നോക്കടാ. വല്ലാത്തൊരു സമാനാണിത് കേട്ടോ. വ്യഭിചാരം വരുന്നതിന്റെ വാതിൽ വളരെ മുമ്പേ അടക്കണമെന്നാണ് ഖുർആന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതിക്കും. നിങ്ങളെ വീടല്ലാത്ത മറ്റൊരു വീട്ടിന്റെ ഉള്ളിൽ ഒരു അന്യ പെണ്ണുള്ള പെട്ട് നിങ്ങൾ കടക്കരുത്. ഇസ്ലാമിന്റെ നിയമം നോക്കൂ. യജിബു തഫ്രീഖു ബൈന ഇബ്നി 10 സിനീന വവാലിദതിഹി. 10 വയസ്സായ മകനും പെറ്റ ഉമ്മയും ഒന്നിച്ചു കിടക്കരുത്, കഠിനമായ ഹറാമാണ്. പെറ്റ ഉമ്മയും സ്വന്തം മകനും, സ്വന്തം ബാപ്പയും സ്വന്തം മകളും ഒരു റൂമിൽ തനിക്കരുത്, കഠിനമായ ഹറാമാണ്. ആങ്ങളെയും പെങ്ങളും ഒരു റൂമിൽ തനിക്കരുത്, കഠിനമായ ഹറാമാണ്. ചിന്തിച്ചു നോക്ക്. അതൊക്കെ പറയാൻ മുമ്പ് ഉമ്മയും മോനും അല്ലേ ഉസ്താദ് എങ്ങളതിൽ പറയുന്നേ? ഉപ്പയും മോളും അല്ലേ എന്നൊക്കെ മുമ്പ് ഇന്നത് തോന്നണ്ടാലോ. ഇന്നാൾ ചന്ദ്രകേട് വന്നു, സ്വന്തം മകള് ബലാത്സംഗം ചെയ്ത പിതാവ് അറസ്റ്റിൽ. ഈ മോള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാ, യജമാ എന്നെ രക്ഷിക്കണോ, ഉമ്മ മരിച്ചേക്ക് ഞാൻ മാത്രമേ വരേലുള്ളൂ, ഉപ്പ എല്ലാ ദിവസവും എന്നെ നടക്കാറാണ്. എനിക്കാറ്റ കെറുപ്പാറ്റായിട്ട് വയ്ക്കണ്ടെങ്കിൽ ഞാൻ റെയിലിൽ തലവെക്കണ്ടേ, അല്ലേ തൂങ്ങണ്ടേ? എനിക്ക് പറയാൻ പറ്റുമോ എന്റെ ഉപ്പ? അതുകൊണ്ട് എന്നെ സലാമത്താക്കണം. ഉപ്പാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അനുഭവങ്ങളല്ലേ ഇത്? അതാണ് അള്ളാന്റെ റസൂല് പറയുന്നു, ഒരന്യ ആണും ഒരന്യ പെണ്ണും മാത്രമല്ല സ്വന്തം കുടുംബങ്ങളാണെങ്കിലും ആണും പെണ്ണും ഒന്നിച്ചുറങ്ങരുത്, ഒന്നിച്ച് താമസിക്കരുത്. ഏട്ടന്റെ പെണ്ണുങ്ങൾക്ക് ഭർത്ത, ഏട്ടൻ ഗൾഫിലാ, അനുജൻ അമ്മായിനെ കൊണ്ടുപോയി ഡോക്ടർ ഇന്ന് ഒരു കുളിപ്പിക്കുള്ളൂക്കോ നിങ്ങൾക്ക് രാവിലെ പോവും, ആയിക്കോട്ടെ സന്തോഷല്ലേ. എന്നാ ഡോക്ടറും ചിന്തിക്കണം, മറ്റുള്ളവരും ചിന്തിക്കണം. ഇനി ഇവിടെ എന്റെ ബന്ധം എന്താ? എന്റെ അമ്മായി ഏട്ടന്റെ ബന്ധം, ഞാൻ എന്റെ റൂമിൽ കിടക്കണം, ഇനി പുറത്ത് കിടക്കണം. പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഹക്ക് വെട്ടി തുറന്ന് പറഞ്ഞോളും, റസൂലിന്റെ കൽപ്പനയാണ്. ഇന്നതൊക്കെ മറികടന്നുള്ള ജീവിതമല്ലേ മക്കളെ? ഷെറൈന്റെ നിയമം. നിങ്ങൾക്കൊരു മസാല ഒക്കെ പെണ്ണുങ്ങളെ, എന്താ നല്ലൊരു മസാല ഒരു അന്യ പെണ്ണിനോട് ഒരു അന്യ പുരുഷൻ സലാം ചൊല്ലിയാൽ മടക്കണോ മടക്കണ്ടേ? ഫത്വയിൽ വിവരിക്കുന്നു, വയഹ്റുമു അലൽ മുസ്തഹാത്തി റദ്ദു സലാമി അജ്നബി. ഒരന്യ പുരുഷൻ ഒരു മുഞ്ചും ജമാലിയത്തുമുള്ള ഒരു പെണ്ണിനോട് അസ്സലാം അലൈക്കും സലാം ചൊല്ലിയാൽ സലാം മടക്കൽ ഹറാമ. ഒരു മസാല ഇന്ന് പഠിച്ചോളി. നിങ്ങൾ ഈ ജീവിതത്തിൽ വലൈക്കും സലാം ഹറാമാന്ന് നിങ്ങൾ കേട്ടീനോ മക്കളെ? ആ എഴുക്കാരൻ്റെ പുരയിൽ പോയി അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.
അസ്സലാമു അലൈക്കും സബിയ. വലൈക്കും അസ്സലാം കുത്തിരിക്ക ഉസ്താദ്. അങ്ങനെ പറയല്ലേ മോളെ, ദിനാ ചെയ്യല് ഹറാമല്ലേ, കള്ളുടിക്കല് ഹറാമല്ലേ. എനിക്ക് വലൈക്കും അസ്സലാം എന്ന് പറയല് ഹറാമാണ് ഒരു അന്യ പുരുഷനോട്. ഇനി മാത്രം പറയലുള്ള അവസരം. 2 കൊല്ലം മുൻപ് എന്റെ കൂടെ ഹജ്ജിന് വന്നൊരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നയാൾ. ഓൾ ബാങ്കിൽസ് പറഞ്ഞ ആളെ വാക്ക കുത്തിരുന്നു. ഞാൻ ചോദിച്ചു, നബീസ് ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുണ്ടാവുക? കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, മദ്രസ കഴിഞ്ഞ് സ്കൂളിൽ പോകും, ആണുങ്ങൾ ഗൾഫിലും അല്ലേ. ഞാൻ തുറന്നേ ഇഞ്ഞ് തുറന്ന് എത്ര പേര് മൊയ്ലാണെന്ന് തങ്ങളാണെങ്കിലും ഇനി ഒറ്റക്കാണിഞ്ഞ് തുറക്കല്ല. ഇവിടെ മൊയ്താജില്ലേ? മൊയ്താജുമില്ല, ആരും ഇല്ല. ഇങ്ങനത്തെ കിരിശിപ്പ് തുറക്കൂല, കിരിശിപ്പ് തുറക്കൂല എന്നെ പറഞ്ഞ മോളെ. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ. പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഹക്ക് തന്നെ പറഞ്ഞോളണം. അല്ലാഹുവിന്റെ റസൂലുള്ള പ്രത്യേകം നിക്കാനും പ്രത്യേകിച്ച്. ഇനി ഏതൊക്കെ ഒരു മൊയ്ലാറോ തങ്ങളാണ് അസ്സലാമു അലൈക്കും അസ്സലാം ഇരിക്കേ ഉസ്താദേ എന്ന് പറഞ്ഞ ഗിർസൻ ഇരുത്തിയാല് ഈ ഉസ്താദ് ഇനി ചെലത്തുകാരും മടേ കേട്ടോ. ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, 1, 2, 3 ഒന്നല്ല. ഈ വരുന്ന കക്ഷികൾ എല്ലാം ഒരുപോലെയല്ല, പല കോലത്തിലുണ്ടാകുവാണ്. ആണ് പെണ്ണിന്റെ കോലത്തിൽ വരുന്നുണ്ട്, പെണ്ണ് ആണിന്റെ കോലത്തിൽ. ഞങ്ങളറിയാം. അങ്ങനെ ഒരു ബി വന്ന്, മോളെ ഞാൻ ഇന്നിവിടെ ഉറങ്ങുന്ന, ഞാൻ കാസർകോട്ട, നിനക്ക് ഒരു നിലക്ക് ഇന്ന് വടയിലെത്തിയാ പോവാനാ, ഭക്ഷണം നിനക്ക് മാണ്ടമളെ എന്നാ ഞാൻ പറയുമ്പോ അയാളത്തെ നിങ്ങൾ ഈ ബീബിനൊക്കെ അടുത്തല്ലേ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഇവിടെ കിടന്നാൽ പറ്റൂല. അതെങ്ങനെയോ ഇതേറെ തന്നാനെ പോലത്തോട് വന്നാലും മോളെ ഇഞ്ഞി കിടത്തിന്ന് വെക്കുക. തായത്ത് എണ്ണ തലക്കാണിയെല്ലാം വെച്ച് കിടക്കുക. എന്റെ ബീബീനെ കിടത്തിന്ന് വെക്കുക. 2 മണി കൂറുകയുമ്പോൾ തുടങ്ങുന്ന 2 മണി കഴിഞ്ഞാല് ബി ആയിരിക്കുമല്ലേ കദീശ കേട്ടോ. ബി ആയിരിക്കും ചിലപ്പോ ഇഞ്ചലത്ത് ത്വയ്പഹേ. നിങ്ങളെ എന്റെ പുരയിൽ കഴിഞ്ഞ റമദാനിക്ക് ഒരാള് അസ്സലാമു അലൈക്കും എന്നോട് മോട് പറഞ്ഞു, ഉപ്പ ഓ ഉമ്മളിയാളി തന്നെയല്ലേ അസ്സലാമു അലൈക്കും സലാമു അലൈക്കും. അപ്പൊ ഇക്കോലത്തിൽ നോമ്പിനെല്ലാം ഒരേ പേര് പൈസ കിട്ടും എന്നുള്ള ചിന്തയാ. വരുന്ന കൂടുതൽ എല്ലാം ഉണ്ടാവും കേട്ടോ. ജാഹിലും ഉണ്ടാവും, മൂമിനും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. അതുകൊണ്ട് ഖുർആന്റെ നിർദ്ദേശം കേട്ടോ. യാ അയ്യുഹല്ലദീന മുഅ്മിനീങ്ങളെ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും. നിങ്ങളെ വീടല്ലാത്തൊരു വീട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചെന്ന് കടക്കരുത്. ഫിഖിന്റെ മസ്അല ഫതുൽ മിൻ നോക്കിയാൽ കാണാം. വയഹറുമു അലൽ മുസ്തഹാത്തി റദ്ദു സലാമി അജ്നബി. കണ്ടാൽ ആശ വരുന്ന ഒരു സീനത്തുള്ള മുഞ്ചുള്ള പെണ്ണാണ്. ആടെ വേറെ അവരുടെ കുട്ടികളൊക്കെ സ്കൂൾ മത്സരമൊക്കെ പോയിന്, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെ ജോലിക്ക് പോയതാണ്. ആട് ഓട് മാത്രമേ ഉള്ളൂ. ഇനി സലാം മടക്കല്ല കേട്ടോ, ഇനി വാതിൽ തുറക്കല്ല കേട്ടോ. അഥവാ ഒരു ജാഹിലാബിന് തുറന്നാലും മൂൻ കയറണ്ട കേട്ടോ. ദിനാ വരുന്നതിന്റെ എത്രയോ മുമ്പുള്ള വാതിൽ അടഞ്ഞോളണം. ദിനാ ചെയ്യരുതെന്നല്ല ഖുർആന്റെ കൽപ്പന. മുസ്ലിമീങ്ങളെ ആണ് പെണ്ണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.